പല മാർഗ്ഗങ്ങൾ ചെയ്തിട്ടും തലയിലെ പേൻ ശല്യം പോകാതെ വീണ്ടും വീണ്ടും പേൻ ശല്യം തലയിൽ ഉണ്ടാകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തേത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെ ഒന്നും തലയിൽ ഒരിക്കലും പേൻ ശല്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും നല്ല അടിപൊളി ഒരു ഔഷധം തന്നെയാണ് കേട്ടോ മുരിങ്ങയില. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് തലയിലെ പേൻ ശല്യം ഒഴിവാക്കാം എന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ തലയിലെ മുടിയുടെ ഉള്ളനുസരിച്ചിട്ട് ഇല എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 2 തണ്ട് ഇല ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലയായിട്ട് മാത്രമാണെങ്കിൽ ഊരിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ തണ്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 തണ്ട് കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഇലയുടെ കൂടെ തന്നെ ഇതിൻ്റെ തൊലിയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങ മരത്തേന്ന് തൊലി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള തണ്ടെടുത്തിട്ട് അതിൽ നിന്ന് തൊലി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ തലയിൽ കൂടുതലായിട്ട് പേൻ ശല്യം ഉള്ളവരൊക്കെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവർ ആഴ്ചയിൽ ഒരു ദിവസം ട്രൈ ചെയ്യുക കേട്ടോ. എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ തൊലിയൊക്കെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പം തൊലി അരഞ്ഞു കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നല്ലപോലെ അരഞ്ഞു കിട്ടണമെങ്കിൽ ഇതിനകത്തേക്ക് 1-2 സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിതാ ഇതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല പേസ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയിലേക്കോ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തുനിന്ന് ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ആ പേസ്റ്റ് അതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ഉണങ്ങി കഴിയുമ്പോൾ ചെറിയ ചെറിയ തരിയൊക്കെ തലമുടിയിലിരിക്കും. അതൊന്നും കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ജ്യൂസാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം തലയിൽ പേൻ ശല്യം ഒട്ടും തന്നെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ തലമുടിയും തലയോട്ടിയും നല്ലപോലെ ക്ലീൻ ആയിരിക്കണം എപ്പോഴും. തലയോട്ടിയിൽ അഴുക്കുണ്ടെങ്കിലാണ് പേൻ ശല്യം ഒരിക്കലും മാറാതെ ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും തല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലമുടിയുടെ വളർച്ചയ്ക്കും ഒരുപാട് യൂസാവും. അതുപോലെ നല്ല കറുത്ത് കട്ടിയുള്ള മുടി തന്നെ നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വകച്ചിലെടുത്തിട്ട് തലയോട്ടിയിൽ വേണം ഇത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തലയോട്ടിയിലെ എല്ലാ ഭാഗത്തും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം പേനൊക്കെ തലയിലുണ്ടെങ്കിൽ നമുക്കത് നല്ല പോലെ തന്നെ മാറി കിട്ടുന്നതാണ് കേട്ടോ. ചിലരുടെ തലയിൽ പേൻ ശല്യം മാറാതെ ഇരിക്കലുണ്ടല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നോക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയെങ്കിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളുടെ തലയൊന്ന് ചെക്ക് ചെയ്ത് ചെയ്യുകയൊക്കെ കൊടുക്കുക പേനുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ജ്യൂസൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പേൻ ശല്യം കൂടുതലാവാതെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ തല ചൊറിഞ്ഞ് പിള്ളേരൊക്കെ തല ചൊറിയുന്നു എന്ന് പറയുന്നത് വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പേൻ ശല്യം നല്ലപോലെ തന്നെ കൂടുന്നതായിരിക്കും. അപ്പോൾ പേനൊക്കെ തലയിൽ ഉണ്ടാകാറുള്ള കുട്ടികളുടെയൊക്കെ നമ്മൾ ആഴ്ചയ്ക്ക് ഒന്നൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പാണ് കേട്ടോ ഇത് തേച്ച് കൊടുക്കുമ്പോൾ. അപ്പം മുടി വളർച്ചയ്ക്കും നല്ലൊരു ഉണർവിനും ഉന്മേഷത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ജ്യൂസ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം തലയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷവും കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തലയോട്ടിയിലേക്ക് നല്ലപോലെ പിടിക്കുകയും ചെയ്യും. തലയിൽ നല്ല രക്തയോട്ടം ഉണ്ടാകും. അതൊക്കെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് നേരം ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് വാഷ് ചെയ്തെടുക്കുന്നത്. 1 മണിക്കൂറൊക്കെ തലയിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴുകിയെടുക്കാവുന്നതാണ്. കഴുകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മൈൽഡ് ഷാമ്പു ഏതെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പേൻ ശല്യം പൂർണ്ണമായിട്ടും മാറ്റാനും അതുപോലെ ഇനി തലയിൽ ഒരു പേനിൻ്റെ ശല്യം പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.